രണ്ടാം വിവാഹ വാർഷികം അവിസ്മരണീയമാക്കാൻ മാരാരി ബീച്ച് റിസോർട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഹൃദ്യർഹമായ സ്വീകരണം. ഗുൽസുവിന് ചന്ദനമിട്ടോട്ടെ എന്ന് ചോദിച്ചു. ആവാമെന്ന് ഞാനും. ഹോട്ടലിലെ സ്വീകരണവും സെറ്റപ്പും കണ്ടപ്പോൾ ബില്ല് പേ ചെയ്തോ എന്ന് ഒന്നുകൂടി മൊബൈൽ നോക്കി ഊട്ടി ഉറപ്പിച്ചു. ബിൽ കൊടുത്തിരിക്കുന്നു. ആശ്വാസം. വളരെ വിശാലമായ ലോബി. തനത് കേരള വാസ്തുശൈലിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള അകത്തളങ്ങൾ. കൃത്രിമ ശീതീകരണ സംവിധാനങ്ങൾ ഏതുമില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ളത് തന്നെ. ബില്ല് കൊടുത്തതിൻ്റെ ആഹ്ലാദത്തിൽ ഗുൽസുവിനെ അല്പനേരം കളിപ്പിച്ചു. അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന ഗുൽസു. വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പോൾ ഇൻട്രോ ഒന്ന് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തേസറിൻ്റെ ഈ സ്പെഷ്യൽ സഞ്ചാരം വോയിസ് ഓവറിലൂടെ നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ചൂടത്ത് അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് നല്ല കോൾഡ് ബ്ലൂ ടീ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ടീ. ഞാൻ ഒരു ടീ ലവറേ അല്ല, പക്ഷേ ഇതിന് അത്തരത്തിലുള്ളൊരു ഫ്ലേവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഡ്രിങ്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ട്രിപ്പിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഗുൽസുവിനെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ്. 2, ഞങ്ങളുടെ ആനിവേഴ്സറി വിത്ത് ബേബി. അപ്പോൾ ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നറിയാത്തതുകൊണ്ട് അധികം വ്ളോഗിൽ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. വായനാശീലം അടുത്ത് കൂടെ പോകാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ നറേഷൻ പറയാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ വലിയ കഴിവില്ല കേട്ടോ, സത്യം പറയാലോ. എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം ഇപ്രാവശ്യം. ഞങ്ങളെ അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. കുറച്ച് നടക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. നടക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു മണം വന്നു. നോക്കുമ്പോൾ എന്താ, അവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന ആ ഏരിയയാണ്. ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഗുൽസുവിന് എന്തായാലും ആദ്യ നോട്ടത്തിൽ തന്നെ സ്ഥലം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മൊത്തം പച്ചപ്പാണ്. ഒരുപാട് മരങ്ങൾ, ചെടികൾ, കിളികൾ, അങ്ങനെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ഭയങ്കര ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണിത്. എനിക്ക് തോന്നുന്നു ഗുൽസു ഒന്ന് നടക്കാനും ഓടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കുറച്ചുകൂടി ആൾക്ക് ഇഷ്ടപ്പെടും. നമുക്കും അപ്പോൾ ഇതേപോലെ ആളുടെ പിന്നാലെ ഓടി നടക്കാനൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പലരും പറയുന്നത് ടോഡ്ലർ സ്റ്റേജാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. ഈ കാക്കയുടെ എക്സ്പ്രഷൻ കണ്ടോ? ഇത് ഞാൻ ആ പ്രോപ്പർട്ടി കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിന്ന് അതേപോലെയാണ് ഈ കാക്കയും നിൽക്കുന്നത്. അതെന്നെ വളരെ നന്നായിട്ട് അത്ഭുതപ്പെടുത്തി. അങ്ങനെ നമ്മുടെ കോട്ടേജ് എത്തിയിരിക്കുകയാണ്. കോട്ടേജ് എന്നാണോ വില്ല എന്നാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സ്ഥലം എത്തിയിരിക്കുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയ. അവിടെ നിന്ന് നേരെ അതാ ബെഡ്റൂം. ഭയങ്കര സ്പേഷ്യസ് റൂംസ് ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ മെയിൻ ബാത്റൂം. ഇതൊരു ഔട്ട്ഡോർ ബാത്റൂമാണ് കേട്ടോ. അതായത് പച്ചപ്പും വെളിച്ചവും കാറ്റും എല്ലാം നിറഞ്ഞ ഒരു ഔട്ട്ഡോർ ബാത്റൂമാണിത്. ആൻഡ് ഇതാണ് ഈ റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പ്രൈവറ്റ് പൂൾ. പക്ഷേ യൂഷ്വലി കണ്ടുവരുന്ന ഒരു സ്മോൾ പ്ലഞ്ച് പൂളൊന്നും അല്ല ഇത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പൂളായിരുന്നു. വിച്ച് വാസ് ക്വൈറ്റ് സർപ്രൈസിങ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ആൻഡ് ഇത് ഒരു 6 ഫീറ്റ് ഡെപ്ത് വരുന്നുണ്ട് കേട്ടോ ആ സെൻറ്ററിലേക്കൊക്കെ വരുമ്പോൾ. ഇവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാമെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളൊരു സ്പേസ് ആയിരുന്നു ഇത്. ഗുൽസും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ആൾ വളരെ അതിശയത്തോടെ കൗതുകത്തോടെ ഇതെല്ലാം കാണായിരുന്നു. പിന്നെ ഇതെല്ലാ ഹോട്ടൽസ് റിസോർട്ടിലൊക്കെ ഉള്ള പോലെ നമ്മുടെ കോഫി ആൻഡ് ടീ ഉണ്ടാക്കുന്ന ഏരിയ ആൻഡ് മിനി ബാർ. അതിൽ വൈനും ബിയറും സോഡ എന്തൊക്കെയോ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇൻഡോർ ബാത്റൂം. പുറത്ത് പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് അകത്തും ഉണ്ട്. ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏറ്റവും ഹാപ്പിയായ ഒരാൾ ഗുൽസു ആയിരുന്നു കേട്ടോ. ഞങ്ങളെക്കാട്ടിലും ആഹ്ലാദ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് നമ്മുടെ സ്വന്തം ഋത്വി തേജസ്. എനിക്കങ്ങനെ പറയുമ്പോൾ എന്തോ വരെ ഗുൽസു എന്ന് വിളിച്ചിട്ട് ഋത്വി എന്ന് പറയുമ്പോൾ എന്തോ ആ ഒരു വികാരം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു പലർക്കും അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ നിക്ക് നെയിം ആയിരിക്കും എല്ലാവർക്കും ഒരു ക്ലോസ് ഫീല് തോന്നുക. ഇപ്പം എന്നെ ആൾക്കാർ മാളവിക എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം എന്നെ മാളു എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് എന്തോ ഒരു സുഖം. ഇതാണ് ഗുൽസുവിൻ്റെ റൂം.
ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോ തന്നെ ഫുൾ ഈ മരങ്ങളും ഇതൊക്കെ അല്ലേ, അപ്പൊ ആൾക്ക് ആ ഒരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്ത് തന്നെ സന്തോഷം തോന്നുന്നു. ഭയങ്കര ഹാപ്പിയായി. റൂമൊക്കെ കണ്ട ആൾ എക്സൈറ്റഡ് ആയി. എനിക്ക് പക്ഷെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തന്ന രണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞു. ഒന്ന് ഇവിടുത്തെ ബാത്റൂം കാണിച്ചേക്കാം. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ബാത്റൂം. ഭയങ്കര ഫാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചൂടെടുക്കാതെ, പ്രത്യേകിച്ച് തേസായിട്ടാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. മിക്കവാറും ഒരു ദിവസം എന്നുള്ളത് മൂപ്പര് ഈ ബാത്റൂമിന് വേണ്ടി 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. ദിസ് ഇസ് ദി എന്താ പറയാ ടോയ്ലറ്റ് ഏരിയ. നാറ്റടിക്കുന്നു. കാറ്റാണ്, കാറ്റടിക്കുന്നു. കാറ്റ് മേലെ നാറ്റടിക്കുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 3-3:30 മണിയായിരുന്നു. അപ്പം 4 മണിയായപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ചായ കുടിക്കുന്ന ഒരേ ഒരാൾ തേസായിട്ടിന് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ജസ്റ്റ് നോക്കി നിൽക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് മെയിൻ പൂള് വരുന്നത്. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഗുൽസും അങ്ങോട്ട് നടന്നു. നല്ല ഹ്യൂജ് പൂളാട്ടോ, ഭയങ്കര ഏരിയ ഉണ്ട് ആ പൂളിന്. അവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ സൺ ബാത്തിനായിട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വായി നോക്കി നടക്കുകയായിരുന്നു. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഏറ്റവും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാട്ടോ, ഈ കൊറ്റി. നമ്മൾ സാധാരണ കൊക്ക എന്നും പറയും. ഈ കൊറ്റീനെ അധികവും കാണാൻ ഈ പാടത്തൊക്കെ അല്ലേ. ഇങ്ങനൊരു റിസോർട്ടിൽ എനിക്ക് ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ആ ഗ്രീൻലി വൈറ്റ് ആൻഡ് ആ ഒരു ബേജ് കളർ കൊറ്റികൾ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പോയി. ഫുൾ എക്സ്പ്ലോറേഷനാണ് കേട്ടോ. ഞാനും ഗുൽസും ആ കിട്ടിയ ഗ്യാപ്പിൽ. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ അവിടെ ബട്ടർഫ്ലൈസിനൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു ഇതാണോ ബട്ടർഫ്ലൈ ഗാർഡൻ. പിന്നെ അകത്തേക്ക് പോയപ്പോഴാണ് ഒരു കൂട്ടം പൂമ്പാറ്റകൾ അവിടെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാന്റ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നല്ല രസമുണ്ട് ആ പൂമ്പാറ്റകളെ. ആ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആ സൺലൈറ്റ്, ആ റേസിൻ്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ ചിറകുകൾ അടിച്ച് കളിക്കുന്നതാണ്. നല്ല രസമായിരുന്നു. ഗുൽസു ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇത് എന്ത് സാധനം ഈ കടന്ന് ഓടിക്കളിക്കണം, പറന്ന് കളിക്കണമെന്ന്. ആൾക്കിതൊന്നും എന്താണെന്ന് മനസ്സിലാവുള്ളൊരു ഏജ് ആയിട്ടില്ലല്ലോ. എന്തായാലും ഇങ്ങോട്ട് ഗുൽസു കുറച്ചുകൂടി വലുതാവുമ്പോൾ ഗുൽസുവിനെ കൂട്ടി വരണമെന്ന് ഞാൻ അപ്പം തന്നെ വിചാരിച്ചാണ്. കാരണം കുട്ടികൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും. ഈ പൂമ്പാറ്റയും എയറോപ്ലെയിനൊക്കെ നമ്മളിൽ കൗതുകമുണർത്തുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, എത്ര വലുതായാലും. എന്തായാലും ഗുൽസു അതേന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബീച്ചിൽ പോകാൻ പോവാണ്. എന്നിട്ട് ഇതാണോ ബീച്ച് ഔട്ട്ഫിറ്റ്? അത് ഷോർട്സ് ഇട്ടുകൂടെ? എന്തിനു ഫുൾ പാൻറ് ഇടേണ്ടി? ഒരു ഷോർട്സ് ഇല്ല. ഇത് കാണിക്കാൻ വേണ്ടിയാ നമ്മൾ ഇത്രയും പറഞ്ഞെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, കൊള്ളാം. കൊള്ളാം. ബീച്ചിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ ബീച്ചിലേക്ക് അടുക്കുന്തോറും ചൂട് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. നമുക്ക് ആ മരങ്ങളുടെ ഇടയിൽ കിട്ടുന്ന ആ ഒരു സുഖം ബീച്ചിലേക്ക് പോകുന്തോറും ഇല്ലായിരുന്നു. ആൻഡ് ഇതാണ് ദ ബീച്ച് ഷാക്ക്. അവിടുത്തെ റെസ്റ്റോ ബാറാണ്. ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. അവിടെ ആരെയും കണ്ടില്ല കേട്ടോ. കറക്റ്റ് സൺസെറ്റ് ടൈമിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റി. റിസോർട്ടിൻ്റെ തന്നെ പ്രൈവറ്റ് ബീച്ച് ഏരിയ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഭയങ്കര നീറ്റായിരുന്നു.
നമ്മുടെ നാട്ടിലൊരു ബീച്ചാന്നേ തോന്നിക്കാത്ത രീതിയിൽ നല്ല വൈറ്റ് സാൻഡും നല്ല ക്ലീൻ ആൻഡ് സ്മെല്ലൊന്നുമില്ലാത്ത ഒരു പീസ്ഫുൾ ബീച്ചായിരുന്നു അത്. തിരക്ക് ആ സൈഡിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പ്രൈവറ്റ് ബീച്ച് ഏരിയ ആയതുകൊണ്ട് ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഗുൽസൂന് ആദ്യമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു, കടലിൻ്റെ ആ ശബ്ദവും സൺസെറ്റ് വ്യൂവും. പിന്നെ ഈ ബീച്ച് സൈഡിലേക്ക് പ്രത്യേകിച്ച് ചില കിളികളുടെ ശബ്ദങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ ഗുൽസു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് കഴിയാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ആ ഉപ്പുകാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് തന്നെ ചൂടും കൂടി ആകുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് ഡിസാസ്റ്റർ ആയിരുന്നു. ബീച്ചിലേക്ക് ചേരുന്ന ഒരു ഡ്രസ്സേ അല്ല ഞാൻ കരുതിയിരുന്നത്. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ ജീൻസൊക്കെ മടക്കി കയറ്റി ഗുൽസൂനെ കൊണ്ട് ഞാൻ ആ തീരത്ത് ഇങ്ങനെ നിന്ന് തിരയെണ്ണി നിന്നു. പക്ഷേ ഒരാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വേറെ ആരുമല്ല, തേസേട്ടൻ. മെർച്ചൻ്റ് നേവിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കടലിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ, മെയിനായിട്ട് ഷിപ്പിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ മൂപ്പർ ഇങ്ങനത്തെ അവസരങ്ങൾ പാഴാക്കാറില്ല. ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരയെല്ലാം എണ്ണി സൺസെറ്റെല്ലാം നോക്കി ആ വെള്ളത്തിൽ കുതിർന്ന് മുങ്ങി കിടക്കുകയായിരുന്നു തേസേട്ടൻ. അതൊക്കെ കണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആലോചിക്കുമായിരുന്നു, ഫുൾ ടൈം കടലിലുള്ള ആൾക്ക് ഇതെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ശരിയാണ്, ബീച്ചിലുള്ള ഫീലും ഈ നടുക്കടലിൽ പോകുമ്പോഴുള്ള ഫീലും രണ്ടും രണ്ടാണ്. അവിടെ കടലാന്ന് തന്നെ തോന്നുന്നുണ്ടാവില്ല, കാരണം ഇങ്ങനത്തെ വേവ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ചുറ്റും കൂരിരുട്ടും. തേസേട്ടൻ അതിന് ശേഷം ഒന്ന് അവിടെയുള്ള ഷവറിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. തേസേട്ടൻ നല്ലൊരു കുഞ്ഞു കുട്ടിയെ പോലെ ആയിരുന്നു കേട്ടോ അവിടെ പോയത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. അയ്യോ, ആ ഈവനിങ് ടൈമിൽ നമ്മുടെ ആ വില്ലയുടെ ലുക്ക് വാസ് ടു ഗുഡ്, ടു ബ്യൂട്ടിഫുൾ. എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്ത് രസമായിരുന്നു. നമുക്കൊരിക്കലും ഒരു കേരളത്തിലെ പ്രോപ്പർട്ടിയാണേ തോന്നില്ല, എവിടെയോ പുറത്ത് വിസിറ്റ് ചെയ്ത പോലെ. അത്രയും ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പൂളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഡിന്നറിന് പോയി. പക്ഷെ ഗുൽസൂന് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗുൽസൂന് ഇരുട്ട് ഇഷ്ടമല്ല. നമുക്ക് കുറച്ച് ഇരുട്ടത്ത് കൂടെയൊക്കെ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഞാനപ്പോൾ പൂളിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് മുടിയൊക്കെ നനഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ റിസോർട്ട് ബീച്ച് വെക്കേഷനൊക്കെ വരുമ്പോൾ അതൊന്നും ആരും ഇവിടെ കോൺഷ്യസ് ആവാറില്ലല്ലോ. അപ്പം ഞാനും ഒട്ടും കോൺഷ്യസ് ആയില്ല. മുടി നനഞ്ഞിട്ട് അങ്ങനെ പോവുക ചെയ്തു. അവിടെ ഗുൽസൂനെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരായിരുന്നു. ഗുൽസൂനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഓടി വന്നു. എനിക്ക് പേര് ഓർമ്മയില്ലെങ്കിൽ ഞാൻ എടുത്ത് പറയായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു കേട്ടോ അവിടെ. ബീച്ചിൽ പോയപ്പോൾ അശ്വതി ചേച്ചിയെ കണ്ടായിരുന്നു. അശ്വതി ശ്രീകാന്ത് നമ്മുടെ നായികൻ്റെ ആങ്കറായിരുന്നു. ചക്കപ്പഴത്തിലെ അശ്വതി ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നുണ്ടാവുക. അപ്പോൾ ചേച്ചീനെ പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പുറത്തിറങ്ങിയ കുറച്ച് കോൺഷ്യസ് ആണ്. എനിക്ക് വേറെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. ഗുൽസു എന്തായാലും എല്ലാവരുടെ കൂടെ ഇങ്ങനെ പോയി ചില്ല് ചെയ്തിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ കണ്ടാൽ കരഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. അപ്പം ഞാൻ പതുക്കെ ഡിന്നർ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ബുഫേ ഏരിയയിലേക്ക് നടന്നു. പ്രോൺസ് ഉണ്ടായിരുന്നു, മട്ടൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ലൈവായിട്ട് ഫിഷിൻ്റെ അധികം ഫിഷ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഞാൻ അത്ര സീ ഫുഡ് ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഓപ്ഷൻസ് കുറവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലൈവ് കൗണ്ടറിൽ ഉള്ള ഡിഷസ്, ഈ റൊട്ടി, ബ്രെഡ്സ് കാര്യങ്ങൾ. പിന്നെ ഇത് സ്റ്റ്യൂ, അങ്ങനത്തെ ഡക്ക് കറി ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്. ഫുഡ് വാസ് ഓക്കെ. ലൈക്ക് വാവ് എന്ന് അല്ലെങ്കിൽ സൂപ്പർ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് മേ ബി സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുന്നുണ്ടായിരിക്കും. പക്ഷെ അല്ലാത്തവർക്ക് കുറച്ച് ഓപ്ഷൻസ് കുറവാണ്. പിന്നെ ഈ ഫോറിൻ കൺട്രീസൊന്നും നോർത്ത് ഇന്ത്യ അതുപോലെ തമിഴ്നാട് അവിടെ നിന്നൊക്കെയാണ് കൂടുതലും ആൾക്കാർ വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫ്ലേവേഴ്സ് ആയിരിക്കാം അത്. പിന്നെ സർപ്രൈസ് ആയിട്ട് ഒരു പാട്ടും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായി.
സ്പെഷ്യൽ താങ്ക്സ് ടു ദ സ്റ്റാഫ്. അവരാണ് തേജേട്ടനോട് അങ്ങോട്ട് പറഞ്ഞത് എന്താ ഒരു സർപ്രൈസ് പോലെ കൊടുത്താലോ എന്നോട് പറയരുത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ആനിവേഴ്സറി കേക്ക് കട്ടിങ്ങും അവിടെ നടന്നു. അതിനുശേഷം റൂമിൽ വന്നപ്പോൾ വീണ്ടും ഒരു കുഞ്ഞി ക്യൂട്ട് സർപ്രൈസ്. നമ്മുടെ ബെഡിൽ ഇങ്ങനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ മുല്ലപ്പൂ കൊണ്ടും ഒരു ഓല കൊണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ട് ജസ്റ്ററായിട്ട് എനിക്ക് തോന്നി. നമുക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ നമ്മളെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുക. അങ്ങനെ ഗുൽസു ഉറങ്ങി, ഞങ്ങളും പതുക്കെ കിടന്നു, ടയേർഡായി. നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് ഈ റിസോർട്ടിലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ രാവിലെ നേരത്തെ എണീക്കണം. കിടന്നുറങ്ങാനേ തോന്നില്ല. കാരണം നമ്മൾ അവിടെ പോകുന്നത് ആ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാനല്ല, അല്ലാണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുറങ്ങിയാൽ മതിയല്ലോ. അതാണ് എൻ്റെ പോളിസി. അത് പറഞ്ഞിട്ട് ഞാൻ ദേശനായിട്ട് അടി കൂടിയിരുന്നു കേട്ടോ. തലേ ദിവസം നമുക്ക് രാവിലെ നേരത്തെ എണീക്കണം, സൺറൈസ് കാണാൻ പോകണം എന്നൊക്കെ. പക്ഷേ സൺറൈസൊക്കെ അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. എന്നാലും രാവിലെ ഒന്ന് ആ ബീച്ചിൽ പോവാം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് ഗുൽസൂനെയും പൊക്കിയെടുത്ത് പാവം കിടന്നുറങ്ങായിരുന്നു. ഞാൻ ഗുൽസൂനെയും പൊക്കിയെടുത്ത് ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് ബീച്ചിലേക്ക് നടന്നു. അവിടെ ഈ തെങ്ങുംതോപ്പിൻ്റെ ഇടയിലൊക്കെ ഈ ഹാമക്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്നോട് അവിടെ കണ്ട ഒരു ചേച്ചി പറഞ്ഞു, ഈ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ ബേബി ആയിട്ട്. കാരണം അവർ പെട്ടെന്ന് വളരും. അപ്പോൾ നമുക്ക് അവരുടെ ഈ ഒരു പ്രായം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആലോചിച്ചു, ശരിയാണ്. ഇപ്പോൾ തന്നെ 6 months എങ്ങനെ പോയെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എത്ര പെട്ടെന്ന് ആ ഗുൽസ് വലുതായത്. ആ ന്യൂ ബോൺ സ്റ്റേജ് ഞാൻ ഇപ്പം തന്നെ മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഈ ഒരു ടൈമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യില്ലേ. എന്ത് ചെയ്യാൻ പറ്റും, നമ്മളും എല്ലാവരും വളരെ പെട്ടെന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ ഇപ്പോൾ ഇനി കമ്മിങ് ജൂണിൽ 26 വയസ്സാവാൻ പോവാണ്. 26 വയസ്സ്. ആലോചിക്കാൻ തന്നെ വയ്യ. എന്തിനാണ് ഞാനിപ്പോൾ ഇതൊരു പ്രാരാബ്ദവും പ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഡിന്നറിനെ കമ്പയർ ചെയ്യുമ്പോൾ. നാടൻ ഫുഡുകളുണ്ടായിരുന്നു, അല്ലാത്ത കോണ്ടിനെൻ്റൽ സ്റ്റൈലും ഉണ്ടായിരുന്നു. നാടനിൽ ഇഡ്ഡലി 2 തരം, അതുപോലെ ദോശാസ്, അപ്പം, പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സംഭവങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് മോർണിംഗ് ഷോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഹെൽത്തി ഷോട്ട്സും പിന്നെ കുറച്ച് ഡെസേർട്ട്സും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പഴം നുറുക്ക്, മിക്സ് ഫ്രൂട്ട് നുറുക്ക് അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രാവിലെയും ആസ് യൂഷ്വൽ ഗുൽസു എല്ലാവരുടെയും കയ്യിലേക്ക് പോയിട്ടുണ്ട്. ഗുൽസുനോട് പോകണ്ടെന്നൊക്കെ കേട്ടോ പറയണത്. 2 ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു ദിവസത്തേക്കാണ് അവിടെ സ്റ്റേ ബുക്ക് ചെയ്തത്. പോണതിൻ്റെ മുന്നേ ഗുൽസുമായിട്ട് കാര്യമായിട്ടൊന്നും പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഗുൽസുവിന് ഒരു സ്വിമ്മിങ് ഡ്രസ്സ്, പ്രോപ്പർ സ്വിമ്മിങ് ഡ്രസ്സൊന്നുമല്ല, എൻ്റെ ഒരു കസിൻ ബ്രദർ ഗിഫ്റ്റ് ചെയ്ത, സഞ്ജു ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഇടിപ്പിച്ച് തലയിൽ കെട്ടൊക്കെ കെട്ടി ഞങ്ങൾ പൂളിലേക്കൊന്ന് ഇറക്കാം ഗുൽസുവിനെ എന്ന് വിചാരിച്ചു. അവർ ബേബീസിനുള്ള ഒരു ഫ്ലോട്ടും തന്നിരുന്നു. നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഫ്ലോട്ടിൽ ഇരുത്തിച്ചാലും ആൾ ചില്ലായിരുന്നു. ആൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി. അത്യാവശ്യം എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ദ സാഡ് പാർട്ട്, എവറി ടൈം ഒരു ഹോട്ടലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. അയ്യോ, കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാം എന്നുള്ളൊരു ഫീല് നമുക്ക് എപ്പോഴും വരും. പക്ഷേ ഇറ്റ് വാസ് എ വെരി പ്ലസൻറ്റ് സ്റ്റേ ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേക്കേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ വോയിസ് ഓവർ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ എൻ്റെ മൈൻഡിൽ ഇതൊക്കെ ഈ ക്ലിപ്സൊക്കെ കണ്ടപ്പോൾ വന്നത് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആനിവേഴ്സറി ആയിരുന്നു. ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ, കാരണം ഗുൽസു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അടുത്ത ആനിവേഴ്സറി
വോയിസ് ഓവർ കൊടുത്ത് എൻ്റെ തൊണ്ടയും പോയി. ഞാനിപ്പോൾ നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഞാൻ തൊണ്ട പൊട്ടി ഒരു പരുവമാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.